ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷമൊക്കെ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ബീഫ് കറിയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഇതുപോലത്തെ ഈ ബീഫ് എടുക്കണം കേട്ടോ. നല്ല ആരോട് കൂടിയുള്ള ബീഫ്, ആരൊക്കെയുള്ള ബീഫില്ലേ, ഇങ്ങനത്തെ ബീഫ് എടുക്കണം. എല്ലോട് കൂടി എടുക്കണം കേട്ടോ. അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ മുറിച്ചെടുക്കണം, ചെറുങ്ങനെ കട്ടി കുറഞ്ഞ് മുറിച്ചെടുത്തോ കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചെയ്ത് തരണം കേട്ടോ. എനിക്ക് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റുള്ള ചെറുങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് വലിയ കഷ്ണമാണെങ്കിൽ വലിയ കഷ്ണം എടുക്കാം. ഞാൻ ചെറിയ കഷ്ണമാക്കിയാണ്ടാണ് ബീഫ് മുട്ടി കിട്ടാം. അപ്പോൾ നമ്മളിതാ ബീഫൊക്കെ മുറിച്ച് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാച്ചരമാണ്. അപ്പോൾ ഈ ബീഫിലേക്ക് ഇതാ 2 ടീസ്പൂൺ ഉണ്ടാവും മുളകും പൊടി ഇട്ടിരുന്നേ. ഇതാ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടാ. 2 ടീസ്പൂൺ 1 സ്പൂൺ കൂടി ഇട്ടാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി കേട്ടോ. ഇത് പെരിഞ്ജീരകപ്പൊടി. ഇത് 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. മസാലയാണ് കേട്ടോ, മീറ്റ് മസാല കേട്ടോ. ഇത് ഒരു സ്പൂണുള്ളൂ ഇതിൽ. ആ ഫുള്ളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഇട്ടു കേട്ടോ. ഇത് ലേശം ഇട്ടണം. ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊട്ട കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഇനി നമ്മളിതില്ലേ ഇതൊന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇത് വല്ലാതെ കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പൊടികളെല്ലാം ചെറു തീയിലിട്ടിട്ട് വേണം അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഫുള്ള് തീയിലിട്ട് കരിഞ്ഞു പോകും. അപ്പം നമ്മളെ ബീഫ് കറീൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. ഇതിൽ എല്ലാം ഇട്ടുണ്ടോ, എല്ലാ പൊടികളും ചേർത്തുകൊണ്ടാണ് ഫുള്ളിഞ്ഞ്. ഇതിൽ നമുക്ക് ബീഫിലേക്ക് വേറെ ഒരു പൊടി ചേർക്കണം കേട്ടോ. ഈ പൊടികൾ മാത്രമാണ് കേട്ടോ ബീഫിലേക്ക് ചേർക്കുന്നുള്ളൂ. വേറെ ഒരു പൊടികളൊന്നും എനിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പൊടി ഫുള്ളും ഈ പൊടി മാത്രം മതി, വേറെ ഒരു പൊടി വേണ്ട. ഇതിൽ പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ ബീഫ് മസാല, മല്ലിപ്പൊടി ഒക്കെ പാടെ ഇട്ടതാണ്. അപ്പോൾ നമ്മളെ മസാലപ്പൊടികളെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ടോ. നല്ല വാസന വരുന്നുണ്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫാക്കട്ടോ. ഇനി നമ്മളെന്താ ചെയ്യുമല്ലോ, ഈ കഴുകി വെച്ച ബീഫില്ലേ ഇതിലേക്ക് ഈ പൊടികളൊന്നും തട്ടി കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കൽ. അപ്പോൾ എൻ്റെ ബീഫ് കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേവരെ നിങ്ങളൊന്നും ഉണ്ടാക്കിക്കൊള്ളിട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കണേ. ഇത് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി വെച്ച് വെക്കാം കേട്ടോ. ഇവിടെ ഇതിലേക്ക് ഇനി വേറെ ഒരു പൊടി ചേർക്കണ്ട കേട്ടോ. അതന്നെ ഈ ഇത് മാത്രം. ഉള്ളിൽ സവാളൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ഇതെടുത്ത് തട്ടി കൊടുത്താൽ മതി.
നമ്മളിത് ഇവിടെ അടച്ച് വെക്കണം കേട്ടോ. ഇത് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നേരം സവാളൊക്കെ വഴറ്റുന്ന വരെ ഇതൊന്നും അങ്ങനെ നിന്നോട്ടെ. അപ്പം എന്താ നമ്മൾ ഈ കറി ഉണ്ടാക്കി തുടങ്ങില്ലേ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 സവാള എടുത്തു കേട്ടോ. പിന്നെ 3 തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. അപ്പം എന്നാൽ നമ്മൾ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതിലെ കുക്കറിലെ വെള്ളമൊക്കെ വറ്റി വന്നു. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടോ. ഇതിലേക്ക് സവാള ഇട്ടെടുക്കുക ഫസ്റ്റ്. ഈ സവാളില്ലേ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഗോൾഡൻ കളറാണ് വരെ വഴറ്റണം കേട്ടോ. എനിക്ക് ഒരാളാം കുഞ്ഞിനെ ഇപ്പൊ വീട് കിട്ടിയതാ കേട്ടോ. കണ്ണൊന്നും തുറന്നിട്ടില്ല കണ്ടില്ലേ. കണ്ണൊന്നും തുറന്നപ്പോൾ വീട് കിട്ടിയതാണ്. ഓടുമ്പോൾ നമ്മൾ റൂമിലേക്ക് വീണതാണ് കേട്ടോ. കണ്ണൊന്നും തുറന്നിട്ടില്ല. ഇതിന് പാല് തിളപ്പിച്ച് ചൂടാക്കി കൊടുക്കണം. നിങ്ങളെന്താ കൊടുക്കുക കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങളെന്തെങ്കിലുമൊക്കെ കൊടുക്കല് പാല് കൊടുക്കാൻ പറ്റുമോ എന്താണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിതിന് പാല് ചൂടാക്കി കൊടുത്തു കേട്ടോ. ഇപ്പം നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് തക്കാളി ഇടുന്നത് കേട്ടോ. ഇത് കൂടെ കറിവേപ്പില കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വഴന്ന് വന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയൊക്കെ പിന്നെ പഴിച്ച് വെച്ചില്ല ബീഫ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇതിൽ ഉപ്പ് എല്ലാം മസാലയൊക്കെ ഇതിലിട്ടിരുന്നു. ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞ് ഉപ്പ് മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ഇട്ടെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇതൊന്ന് വഴറ്റണം കേട്ടോ. ഈ പിന്നെ മസാല ഒക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇനി വല്ലാതെ ഒന്നും റോസ്റ്റ് ചെയ്ത് നിൽക്കണ്ട. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക, അടപ്പ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഈസി അല്ലേ. അപ്പോൾ നമ്മൾ ബീഫ് കറി അപ്പോൾ നമ്മൾ ഈ ചട്ടി തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് പോരായിട്ട് കുറച്ച് വെള്ളമായിട്ടുള്ളൂ. ലാസ്റ്റും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ചും കൂടി ഒഴിക്കട്ടാ. പുട്ടിക്കായതുകൊണ്ടേ ഈ ബീഫ് കറി പുട്ടിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നത്. പുട്ടിക്കാകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണമല്ലോ. ഇനി അടപ്പിട്ടെടുക്കണം, വേവിട്ടെടുക്കണം. പിന്നെ ഈ ബീഫ് കറിയില്ലേ
വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നടന്നിട്ടാണ്. പിന്നെ അമ്മത് അടച്ചിട്ടിട്ട് ഇനി ഇതൊരു 6 വിസിൽ വരുന്ന വരെ ഇത് ഫുള്ള് തീയിട്ടെടുക്കണം കേട്ടോ. ഒരു 6 വിസിൽ വരുന്ന വരെ പിന്നെ അടപ്പിട്ടെടുക്കാം. നമുക്ക് കാത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കറീൻ്റെ കൂടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്, ബീഫ് കറിക്ക്. അപ്പോൾ ഇത് ബീഫ് ഇത് എന്താണ് പുട്ട് നനയ്ക്കാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് നനയ്ക്കേണ്ടത്. ഒന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ ലൂസായി പോകും. നല്ല വെള്ളം തോന്നെ കൂടുതലായി പോകും. കുറച്ച് ലേശം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നനച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടെടുക്കും കേട്ടോ. കുറച്ച് ഉപ്പാണ് ഇട്ടെടുത്തത്. ഞാൻ 4 ഗ്ലാസ് ഉപ്പും പൊടിയാണ് ഇട്ടെടുത്തത്. ഇത് ഞാൻ എന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുട്ടുംപൊടിയാണ്, വറുത്ത കുട്ടുംപൊടി. നല്ല വാസന കിട്ടും. കുഴച്ച് വരുമ്പോൾ തന്നെ ഈ കുട്ടുംപൊടി നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. നല്ല വറുത്ത വെച്ച കുട്ടുംപൊടിയാണ്. അപ്പോൾ ഇത് പാക്കറ്റൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോളി, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് റംലാസ് കുട്ടുപൊടിയാണ് കേട്ടോ. റംലാസ് കുട്ടിയുടെ പൊടിയാണ്, നല്ല ടേസ്റ്റുള്ള പൊടിയാട്ടോ. അറിയേ ഒരു വിസിൽ വന്നു കേട്ടോ. നമ്മൾ ബീഫ് കറി കുക്കറിൽ ഒരു വിസിൽ വന്നിക്കണേ. പിന്നെ നമ്മൾ അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോഴേ അതിൽ ചോറ് ചേർക്കണം കേട്ടോ. ചോറ് അരച്ചിക്കൊണ്ടാണ് ചേർക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അരിപ്പൊടി. അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു കേട്ടോ. അറിയാത്തവർക്കുണ്ടെങ്കിൽ, അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഒഴിക്കുകയാണല്ലോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ഇതാ ഇത്രത്തോളം എത്തിട്ടോ. കണ്ടില്ലേ, ഇനി കണ്ടോ ഇതങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ ഇതാ കണ്ടല്ലോ, ഇതുപോലെ നല്ല കട്ട കുടച്ചിട്ട് വേണം കണ്ടോ. കട്ട കുടച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇളം ചൂട് വെള്ളത്തിലാട്ടോ കുഴക്കുന്നത്. ഇളം ചൂട് വെള്ളത്തിൽ കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിൽക്കും. ഇത്ര ഈ ഒരു പരുവത്തിലിട്ടോ. ഇനി നമ്മളത് അടച്ചു വെക്കും കുറച്ച് നേരം. ഇപ്പം നമ്മളെ ബീഫ് കറി 6 വിസിൽ വെക്കാൻ കേട്ടോ. ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ കേട്ടോ. പറഞ്ഞു അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ ഇതാ തേങ്ങ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ ഇതാ തേങ്ങ ഇടും ഫസ്റ്റ്. പിന്നെ പൊടിയിടാണ്. വീണ്ടും തേങ്ങ, വീണ്ടും പൊടി, ഇത് തേങ്ങ. ഈ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ആവി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടിതാ ആവിയൊക്കെ വന്നിട്ടോ. ഇനി നമ്മളിത് പുട്ടിനെ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവാം. നമ്മൾ പുട്ട് നന്നായിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടേ ഇല്ലേ, നല്ല സോഫ്റ്റാണ് കണ്ടോ. നമ്മൾ സോഫ്റ്റായി വന്നിട്ട് ഇതേമാതിരി ഫുള്ളും പിന്നെ ഉണ്ടാക്കാം കേട്ടോ. എല്ലാം ആ പൊടി ഫുള്ളും ഇതേമാതിരി കുത്തി ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ പുട്ട് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം എല്ലാവരും എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. ഇവിടെ നമുക്ക് വാങ്ങുന്നതായി നോമ്പ് തുറക്കാനായി. ഓക്കെ.